ഫുഡൊക്കെ കഴിച്ച് ഫ്രഷപ്പ് ആയിട്ട് 1:30 ആയപ്പോഴേക്കും ഞങ്ങൾ അമ്പലത്തിലെത്തിയേ. എന്നിട്ട് അപ്പം തന്നെ ക്യൂ നിന്നുകൊണ്ട് 4:30 ആയപ്പോഴേക്കും ഞങ്ങൾക്ക് നട തുറന്നപ്പോൾ തന്നെ തൊഴുതിറങ്ങാനും പറ്റിയ പുറത്ത്. എന്നിട്ട് പിന്നെ ഞങ്ങൾ പോയി ഒന്ന് പിന്നെയും ഫ്രഷപ്പൊക്കെ ആയി മുഖമൊക്കെ ഒന്ന് കഴിക്കുക. കാരണം നിന്ന് മടുത്തിട്ടുണ്ടായിരുന്നു. നിൽക്കണ്ട, ഇരുന്നാൽ മതിയായിരുന്നു. എന്നാലും മടുത്തുപോയി. 3 മണിക്കൂറൊക്കെ ഒരുപോലെ. എൻ്റെ പൊന്നേ. പിന്നെ അവിടെ പോയി ഒന്ന് മുഖമൊക്കെ കഴുകി ഇറങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ വണ്ടി കൊണ്ട് ചാർജ് ചെയ്യാനാട്ടോ വെച്ചത്. കാരണം തിരിച്ച് എറണാകുളത്ത് പോകാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വണ്ടി കൊണ്ട് ചാർജ് ചെയ്യാൻ വെച്ചതിന് ശേഷം പിന്നെ ഞങ്ങളൊരു കോഫിയൊക്കെ കുടിക്കാൻ വേണ്ടി പോയി. ഞാൻ കോഫി കുടിക്കാൻ പോയി, ബാക്കിയുള്ളൊരു ചായ കുടിച്ച്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാട്ടോ പോയത്. കാരണം ഗുരുവായൂർ അടുത്തായിരുന്നു ചേച്ചീൻ്റെ വീട്. അപ്പോൾ അവിടെ ചെല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ചേച്ചിയുടെ വീട്ടിലോട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോഴേക്കും എൻ്റെ ഫോൺ ചത്തത് കൊണ്ട് അതിനെ ചാർജ് ചെയ്യാൻ വെച്ചേക്കുമായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങിയിട്ട് പിന്നെ നേരെ എറണാകുളത്തോട്ടാട്ടോ പോയത്. എൻ്റെ കാലിന് നല്ലൊരു ഇടി കിട്ടിയിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ വെച്ചിട്ട്. വന്ന് പുറകിൽ നിന്ന് ആൾ തട്ടിയപ്പോഴത്തേക്കും ഒരു വട്ടം ഒരു ഇടി കിട്ടി. അത് അങ്ങനെ ഇങ്ങനെ പോയി. രണ്ടാമത്തെ ഒരു തട്ടായപ്പോഴത്തേക്കും അതിൻ്റെ വേദന എനിക്കിപ്പോഴും നല്ലോണം ഉണ്ടാകും. വിരളുടെ വേദന ഇതുവരെ മാറിയിട്ടില്ല. അങ്ങനെ പിന്നെ കാല് എവിടെയോ കയറി ചെറുതായിട്ട് കൊണ്ടപ്പോഴത്തേക്കും എൻ്റെ പ്രാണം പറഞ്ഞു പോണ പോലെ വേദന എടുത്തു. അങ്ങനെ പിന്നെ മരുന്നൊക്കെ അടിച്ചിട്ട് വെച്ചേക്കുന്ന കേട്ടോ. പിന്നെ എറണാകുളത്ത് അവിടെ എത്തിയപ്പോഴത്തേക്കും ഏകദേശം 12:30 1 മണി എന്തോ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ പിന്നെ എല്ലാവരുടെയും ഇതൊക്കെ എടുത്ത് നോക്കിയിട്ട് വേഷവും മാറി ഞാൻ പിന്നെ കയറി കിടന്നങ്ങ് ഉറങ്ങി.